ഈ ചൂടെന്ന് പറയുമ്പോൾ ചൂട് മാത്രമല്ല, ഈ അൾട്രാ വയലറ്റ് കിരണങ്ങളുടെ തോത് അത് കൂടുന്നതും വലിയ രീതിയിലുള്ളൊരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ സൂര്യാഘാതം അടക്കം വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാണ് മുന്നറിയിപ്പ് ആരോഗ്യ പ്രവർത്തകർ നൽകുന്നത്. എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കാം എന്ന് നമുക്കൊന്ന് നോക്കി വരാം. ഉയർന്ന അൾട്രാ വയലറ്റ് വികിരണത്തോതും കനത്ത ചൂടും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കും. ഉയർന്ന തോതിൽ തുടർച്ചയായി അൾട്രാ വയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യാതപത്തിനും സൂര്യാഘാതത്തിനും ത്വക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും കാരണമായേക്കാം. അന്തരീക്ഷ താപം ഒരു പരിധിയിലപ്പുറം ഉയർന്ന് ശരീരത്തിലെ താപനിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകുകയും ശരീരത്തിന്റെ പല പ്രവർത്തനങ്ങളും തകരാറിലാകുകയും ചെയ്യുന്ന അവസ്ഥയാണ് സൂര്യാഘാതം. സൂര്യാതപം കുറച്ചുകൂടി കാഠിന്യം കുറഞ്ഞ അവസ്ഥയാണ്. ക്ഷീണവും തലകർക്കവും തലവേദനയും പേശിവലിവും ഓക്കാനവും അസാധാരണമായ വിയർപ്പും ദാഹവും മൂത്രത്തിന്റെ അളവ് കുറയലും മഞ്ഞനിറമാകലും ബോധക്ഷയവും ഒക്കെയാണ് സൂര്യാതപ ലക്ഷണങ്ങൾ. സൂര്യപ്രകാശം ഏറ്റവും കടുത്ത അവസ്ഥയിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയാണ് ഏറ്റവും അധികം സൂര്യാഘാത സാധ്യത. 10 വയസ്സിൽ താഴെയും 60 വയസ്സിന് മുകളിലുമുള്ളവർക്കാണ് സൂര്യാഘാത സാധ്യത ഏറ്റവും കൂടുതൽ. ചികിത്സിച്ചില്ലെങ്കിൽ തലച്ചോറും ഹൃദയവും വൃക്കകളും പേശികളും തകരാറിലാകാനുള്ള സാധ്യതയുണ്ട്. മരണം വരെ സംഭവിക്കാം. ചർമ്മ നേത്രരോഗങ്ങളുള്ളവരും രോഗപ്രതിരോധശേഷി കുറഞ്ഞവരും പ്രത്യേക ജാഗ്രത പുലർത്തണം. ഉയർന്ന ശരീരോഷ്മാവ്, ശരീരത്തിൽ ചുവന്ന പാടുകൾ, അതികഠിനമായ തലവേദന, തലകറക്കം, ചുഴലി രോഗലക്ഷണങ്ങൾ, ഉയർന്ന നാഡിമിടിപ്പ്, ബോധക്ഷയം, ഓക്കാനം, പേശിമുറുകൽ, അമിതമായ ദാഹം, കുഴഞ്ഞുവീഴൽ, അതികഠിനമായ തളർച്ച, ശരീരത്തിൽ പൊള്ളലേറ്റതുപോലുള്ള കുമിളകൾ എന്നിവയൊക്കെയാണ് സൂര്യാഘാതത്തിന്റെ ലക്ഷണം. സൂര്യാഘാതമേറ്റ വ്യക്തിയെ ഉടനടി തന്നെ തണലിലേക്ക് മാറ്റണം. വെള്ളം ധാരാളം നൽകണം. ഇളനീർ, നാരങ്ങ വെള്ളം എന്നിവയും നൽകാം. ഇറുകിയ വേഷങ്ങളാണെങ്കിൽ അവ അയച്ചിടണം. ശരീരത്തിൽ വെള്ളം തളിക്കണം. നനഞ്ഞ തുണി ശരീരത്തിലിടാം. ശരീരം തണുപ്പിക്കാൻ ഐസും ഉപയോഗിക്കാം. ബോധം പോയ അവസ്ഥയിൽ വെള്ളം കൊടുക്കാൻ ശ്രമിക്കരുത്. ആളെ ഇടതുവശത്തേക്ക് ചെരിച്ചു കിടത്തുകയാണ് നല്ലത്. സൂര്യാഘാതത്തെ പ്രതിരോധിക്കുന്നതിനായി ചില മുൻകരുതലുകൾ എടുക്കുന്നത് നന്നായിരിക്കും. നിർജ്ജലീകരണം ഒഴിവാക്കാൻ ദിവസവും 8 മുതൽ 10 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 3 വരെ പുറത്ത് തൊഴിലെടുക്കുന്നത് ഒഴിവാക്കണം. സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ 30 മേലുള്ള സൺസ്ക്രീനുകൾ ഉപയോഗിക്കണം. അയഞ്ഞ ഇളം നിറമുള്ള പരുത്തി വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. കുട ഉപയോഗിച്ച് മാത്രമേ പുറത്തിറങ്ങാവൂ. ഫാൻ, എയർ കണ്ടീഷണർ എന്നിവ വീട്ടിൽ ഉപയോഗിക്കണം. വായു സഞ്ചാരമുണ്ടാകാൻ ജനാലകൾ തുറന്നിടണം. ചായ, കാപ്പി, മദ്യം എന്നിവ ഒഴിവാക്കണം. സൂര്യാഘാതം ഉണ്ടാകാതെ നോക്കുന്നതാണ് ഏറ്റവും നന്ന്. ഉണ്ടായാൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം സമയം കളയാതെ വൈദ്യസഹായം തേടുകയും വേണം. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.